ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. ആ ഡിവൈസിന് ചാർജിനെ സ്റ്റോറേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ ചാർജിനെ സ്റ്റോറേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഡിവൈസിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. ഈ കപ്പാസിറ്റർ കൺസിസ്റ്റ് ചെയ്യുന്ന രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റുകൾ കൊണ്ടാണ്. ഈ രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റുകളെയും ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റിംഗ് മീഡിയത്തിനെ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയും. അപ്പോൾ കപ്പാസിറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റാണ്. ആ രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റിനെ നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനെ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയും. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക്കുകളാണ് എയർ, മൈക്ക, വാക്സ്ഡ് പേപ്പർ, സെറാമിക്സ് തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക്സ് ആണ്. അതായത് ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എയർ, മൈക്ക, വാക്സ്ഡ് പേപ്പർ, സെറാമിക്സ്. ഇനി ഓരോ കപ്പാസിറ്ററിനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റോറിങ് ഓഫ് എനർജി അല്ലെങ്കിൽ സ്റ്റോറിങ് ഓഫ് ചാർജ് വരുന്നത്. എല്ലാ കപ്പാസിറ്ററിനും ഒരേ എബിലിറ്റി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വ്യത്യാസമാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ഓഫ് പ്ലേറ്റ്സ്, നമ്മൾ ഈ കണ്ടക്റ്റിംഗ് പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ, ആ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഏത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡൈലക്ട്രിക്കാണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഇതനുസരിച്ച് നമ്മളെ കപ്പാസിറ്ററിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയിൽ എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരും. അപ്പോൾ മൂന്ന് കാര്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, രണ്ട് ഏരിയ ഓഫ് പ്ലേറ്റ്സ്, മൂന്ന് നേച്ചർ ഓഫ് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് ഡൈലക്ട്രിക്കാണോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഡൈലക്ട്രിക്കാണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഡൈലക്ട്രിക്കിൻ്റെ പേരിലായിരിക്കും ആ കപ്പാസിറ്റർ അറിയപ്പെടുന്നുണ്ടാവാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എയർ ആണ് ഡൈലക്ട്രിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിന് പറയുന്ന പേരാണ് എയർ കപ്പാസിറ്റർ എന്ന് പറയും. എക്സാമ്പിളായിട്ട് നമ്മൾ പേപ്പറാണ് നമ്മൾ ഇതിനിടയിൽ ഒരു ഡൈലക്ട്രിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിനെ നമ്മൾ പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയും. അതല്ല മൈക്കയാണ് നമ്മൾ ഡൈലക്ട്രിക് മീഡിയ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിനെ പറയുന്ന പേരാണ് മൈക്ക കപ്പാസിറ്റർ എന്ന് പറയും. അപ്പോൾ ഏത് ഡൈലക്ട്രിക്കാണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഡൈലക്ട്രിക്കിൻ്റെ പേരിലായിരിക്കും ആ ഒരു കപ്പാസിറ്റർ അറിയപ്പെടുന്നുണ്ടാവുക. പിന്നെ കപ്പാസിറ്ററിൻ്റെ ഒരുപാട് ടൈപ്പ് ഫോം ഉണ്ട്. പാരലൽ പ്ലേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, കോൺസെൻട്രിക് സിലിണ്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും, റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ഫോം ഓഫിൽ നമുക്ക് എന്താൻ പറ്റും, കപ്പാസിറ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കപ്പാസിറ്ററിനെ കുറിച്ച് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ ഇവിടെ രണ്ട് പാരലൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. എ എന്നുള്ള ഒരു പാരലൽ പ്ലേറ്റും ഉണ്ട്, ബി എന്നുള്ളൊരു പ്ലേറ്റും ഉണ്ട്. രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. എ എന്നുള്ള പ്ലേറ്റ് ഈ ബാറ്ററിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബി എന്നുള്ള പ്ലേറ്റ് ഈ ബാറ്ററിൻ്റെ നെഗറ്റീവായിട്ടുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കാം, നമ്മളൊരു സാധാരണ ഒരു പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ ചാർജൊന്നുമില്ല. അപ്പോൾ അതിൽ ചാർജ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, അതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാകും, ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ഉണ്ട്, ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക, ആ ഒരു ബോഡി ന്യൂട്രലാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോർമൽ കേസിൽ എ എന്നുള്ള പ്ലേറ്റും ബി എന്നുള്ള പ്ലേറ്റും എന്താണ്, ന്യൂട്രലാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എ എന്നുള്ള പ്ലേറ്റിലോട്ട് നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്തു. എ എന്നുള്ള പ്ലേറ്റിൽ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ ഒരു ഭാഗം പോസിറ്റീവാണ്, എ എന്നുള്ള ഭാഗം ന്യൂട്രലായിട്ട് കിടക്കുകയാണ്. അപ്പം ഇവിടെ ഈ എയിലുള്ള ഇലക്ട്രോൺസ് നേരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. കേട്ടോ, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. എയിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ, ആ എയിലുള്ള ഇലക്ട്രോൺസ് ഇവിടെ പോസിറ്റീവ് ആണല്ലോ, ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്.
ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ഇവിടെ ഉള്ള പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പോസിറ്റീവിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം അട്രാക്ഷൻ വരും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങനെ അട്രാക്ഷൻ ചെയ്ത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ബാറ്ററിയാണ്. ഈ ബാറ്ററിൻ്റെ ഒരു EMF കാരണം ഈ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, അത് ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവിലെത്തുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ ചാർജും നെഗറ്റീവാണ്, ഇവിടെയുള്ള ചാർജും എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, റിപ്പൾഷൻ ഉണ്ടാകും. ആ റിപ്പൾഷൻ കാരണം എന്ത് ചെയ്യും, നേരെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടെ വരും. അപ്പോൾ എന്ന് വന്നിട്ടുള്ള ഇലക്ട്രോൺസ് വന്നിട്ട് എന്ത് ചെയ്യും, ബിയിൽ വന്നിട്ട് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എയിലുള്ള ഇലക്ട്രോൺസൊക്കെ ബിയിൽ വന്നിട്ട് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് കുറേ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു, ബിക്ക് ഒരുപാട് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, കളക്ട് ചെയ്താൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആറ്റോമിക് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഒരാൾക്ക് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ചാർജ് എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ഒരാൾക്ക് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്ക് ഒരുപാട് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടുകൊണ്ട് എക്ക് എന്ത് ചാർജ് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടും. ബിക്ക് ഏത് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജും കിട്ടും. കാരണം ബിയിൽ ഒരുപാട് ഇലക്ട്രോൺസ് വന്നിട്ട് അവിടെ അതിൽ വന്ന് ചേർന്നും ചെയ്തു. സോ എക്കുള്ള ചാർജ് പോസിറ്റീവ്, ബിക്കുള്ള ചാർജ് നെഗറ്റീവ്. സോ ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ എന്ത് വന്നു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു അല്ലേ. കാരണം എക്ക് ഒരു പോസിറ്റീവ് ചാർജും ബിക്ക് ഒരു നെഗറ്റീവ് ചാർജും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഈ വോൾട്ടേജ് കാരണം ഈ വോൾട്ടേജും അതേപോലെ ഇവിടെയുള്ള ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം ഈ ഒരു ഫ്ലോ ഓഫ് കറണ്ടും കാരണം നമ്മൾ ഈ ഒരു ഭാഗം ചാർജ് ചെയ്യാൻ തുടങ്ങും. എ ബി എന്നുള്ള ഈ ഭാഗത്തിൻ്റെ ഇടയിലുള്ള ഇതൊരു കപ്പാസിറ്റർ ആണല്ലോ, ആ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യാൻ തുടങ്ങും. കാരണം എൻ്റെയും ബീൻ്റെ ഇടയിൽ നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ടുണ്ട്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയുള്ള ചാർജിങ് കറണ്ട്, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ട ചാർജിങ് കറണ്ട് ഉണ്ടാകുന്ന ഇവിടെയുള്ള ഈ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചാർജിങ് കറണ്ട് സംഭവിക്കുന്നത്. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരും. അവസാനം എത്രത്തോളം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ചാർജിങ് കറണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരും. കാരണം അത്രയും കുറഞ്ഞ കറണ്ട് മതിയല്ലോ, ഇതിൻ്റെ വോൾട്ടേജ് കൂടി വരികയാണ്. മാക്സിമം എത്ര വോൾട്ടേജ് വരെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും അതിങ്ങനെ ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അത്രത്തോളം ചാർജിങ് കറണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാകും, കുറഞ്ഞ് വരുന്നുണ്ടാകും. അവസാനം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള സപ്ലൈ വോൾട്ടേജിന് ഈക്വൽ ആകുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ എത്ര സപ്ലൈ വോൾട്ടേജാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഈ സപ്ലൈ വോൾട്ടേജിൻ്റെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആകുന്ന സമയത്ത് ഈ ചാർജിങ് കറണ്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. പിന്നീട് ചാർജ് ആവില്ല, കാരണം ഇവിടെ എന്തായി, വോൾട്ടേജ് എന്തായിട്ട് മാറി, ഈക്വലായിട്ട് മാറി. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് പിന്നെ ഇവിടെ തമ്മിലില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ സപ്ലൈ നമ്മൾ ഏത് വോൾട്ടേജാണ് കൊടുത്തിട്ടുള്ളത് അതേ വോൾട്ടേജ് ഇവിടെ ചാർജായി കിട്ടുന്ന സമയത്ത് ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആകും. അതായത് കപ്പാസിറ്റർ എന്തായിട്ട് മാറി എന്ന് പറയാൻ പറ്റും, ചാർജഡ് ആയിട്ട് മാറി എന്ന് പറയാൻ പറ്റും. സർക്യൂട്ടിനകത്ത് പിന്നെ ചാർജിങ് കറണ്ട് എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. കാരണം രണ്ട് ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഈക്വലായിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലും ഈക്വലായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇതാണ് ഒരു നോർമൽ വർക്കിംഗ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. നോർമലി നമ്മൾ ബാറ്ററി കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു, അത് ബിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. സോ എക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, ബിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അത് കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം അവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. ചാർജിങ് കറണ്ട് ഇവിടെയുള്ള ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കാരണം അവിടെ ചാർജിങ് കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഈ ഒരു തുടക്കത്തിൽ കപ്പാസിറ്റർ ചാർജ് ഇല്ലാതെ ഡിസ്ചാർജ് ആയി നിൽക്കണം. ആ സമയത്ത് മാക്സിമം ചാർജിങ് കറണ്ട് ആയിക്കാരം അവിടെ ഉണ്ടാകുന്നുണ്ടാവുക. പിന്നെ ചാർജ് ഇങ്ങനെ പൊട്ടൻഷ്യൽ കൂടുന്നതനുസരിച്ച് വോൾട്ടേജ്, കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ചാർജിങ് കറണ്ട് കുറഞ്ഞു വരും. അവസാനം നമ്മൾ കൊടുത്തിട്ടുള്ള സപ്ലൈ വോൾട്ടേജും അതേപോലെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത വോൾട്ടേജും ഈക്വൽ ആകുന്ന സമയത്ത് നമ്മളെ ചാർജിങ് കറണ്ട് 0 ആയിട്ട് മാറും. പിന്നീട് ചാർജിങ് അവിടെ സംഭവിക്കില്ല. ഇതാണ് ഒരു ബേസിക് വർക്കിംഗ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇതിനോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഷോൺ ഫീൻ ഫിഗർ. വൺ പ്ലേറ്റ് ഈസ് ജോയിൻ ടു ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ സപ്ലൈ ആൻഡ് അതർ ടു ദ നെഗറ്റീവ് എൻഡ്. ഒരു ഭാഗം പോസിറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം നെഗറ്റീവ് ഭാഗമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്.
വെൻ സച്ച് കപ്പാസിറ്റർ ഇസ് പുട്ട് അക്രോസ് എ ബാറ്ററി ദർ ഈസ് എ മൊമെൻ്ററി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ടു ബി. നമ്മൾ ഇതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും. ആസ് എ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആർ വിഡ്രോൺ ഫ്രം എ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ് ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ടു കളക്ട് ഓൺ ബി ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. എയിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ട് അത് പോസിറ്റീവായിട്ട് മാറുന്നു, ബിയിൽ ഇലക്ട്രോൺസ് ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അത് നെഗറ്റീവായിട്ടും മാറുന്നു. അതിനുശേഷം ഹെൻസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആൻഡ് ബി. കാരണം എക്ക് പോസിറ്റീവ് ചാർജും കിട്ടി, ബിക്ക് നെഗറ്റീവ് ചാർജും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ദ ട്രാൻസിയൻറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഗിവ്സ് റൈസ് ടു ചാർജിങ് കറണ്ട്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം അവിടെ ഒരു ചാർജിങ് കറണ്ട് അവിടെ ഉണ്ടാകുന്നു. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഗിവ്സ് ദ ചാർജിങ് കറണ്ട് വിച്ച് ഡിക്രീസസ് ആൻഡ് ഫൈനലി സീസസ് വെൻ ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഹാസ് ബിക്കം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാ ഫ്ലോ ഇലക്ട്രോൺസ് ചാർജിങ് കറണ്ട് തരും, അത് ഗ്രാജുവലി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അവസാനം എന്തായിട്ട് മാറും, ചാർജിങ് കറണ്ട് 0 ആയിട്ട് മാറും, സീസ് ചെയ്യും. വെൻ ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഹാസ് ബിക്കം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദ, അതായത് സെയിം വോൾട്ടേജ് എത്തുന്ന സമയത്ത് അവിടെ എന്താകും, ഇവിടെയുള്ള ചാർജിങ് കറണ്ട് 0 ആയിട്ട് മാറും. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് വർക്കിംഗ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് കപ്പാസിറ്റൻസ് എന്ന് നമുക്ക് നോക്കാം. കപ്പാസിറ്റൻസ് എന്നാണ് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിസിറ്റി മേ ബി കോൾഡ് ഇറ്റ് ഈസ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അപ്പോൾ ചില ആളുകൾക്ക് വളരെ കൂടുതൽ എബിലിറ്റി ഉണ്ടാകും ഇലക്ട്രിസിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കപ്പാസിറ്റൻസ് കൂടുതലാണെന്ന് പറയും. എന്നാൽ ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അവർക്ക് കപ്പാസിറ്റൻസ് കുറവാണ് നമ്മൾ പറയും. അപ്പോൾ എന്തായാലും കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് C = Q/V. Q എന്ന് പറഞ്ഞാൽ ചാർജാണ്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലാണ്, നമുക്ക് അറിയാൻ പറ്റും. സോ C = Q/V ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റുക. ഇപ്പോൾ കപ്പാസിറ്റൻസ് C = Q/V ആണ്. സോ കപ്പാസിറ്റൻസ് C = Q/V. ഇവിടെ V 1 വോൾട്ട് ആണെങ്കിൽ V എന്തായിട്ട് മാറി, C നമ്മൾ പറഞ്ഞു Q/V ആണെന്ന് പറഞ്ഞു. ഇതിൽ Q എന്താണ്, Q ഡിവൈഡ് ബൈ വിയിൽ വിക്ക് നമ്മൾ എന്ത് കൊടുത്തു, 1 വോൾട്ടേജ് എന്ന് കൊടുത്താൽ എന്തായിട്ട് മാറി C = Q ആയിട്ട് മാറി. കാരണം Q ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, Q തന്നെയാണ്. സോ കപ്പാസിറ്റൻസ് എന്തുതന്നെയാണ്, എമൗണ്ട് ഓഫ് ചാർജ് തന്നെയാണ്. എപ്പോൾ, വെൻ വോൾട്ടേജ് =1 അല്ലേ. അതായത് ഇപ്പോൾ ഇതിലിങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ ഒരു വോൾട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലേറ്റിന് ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ചാർജ് വേണോ അതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കപ്പാസിറ്ററിന് ആ 2 പ്ലേറ്റിനിടയിൽ, കപ്പാസിറ്ററിന് 2 പ്ലേറ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു, ആ 2 പ്ലേറ്റുകൾക്കിടയിൽ ഒരു വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ചാർജ് വേണം, അതിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് എന്ന് പറയും. ഇപ്പോൾ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫാരഡ് ആണ്, അല്ലെങ്കിൽ കൂളോം പെർ വോൾട്ട് ആണ്. F എന്നുള്ള ലെറ്ററിൽ അതിന് സിമ്പിളാണ് നമ്മൾ പറയാം. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്, F കൊണ്ട് അല്ലെങ്കിൽ കൂളോം പെർ വോൾട്ട് ആണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ കാര്യം നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് യൂണിറ്റുകൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. 1 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ ഫാരഡ് ആണ്. നമ്മൾ ബേസിക് യൂണിറ്റ് ഫാരഡ് ആണ്. അപ്പോൾ ക്വസ്റ്റനിൽ ഇപ്പോൾ ഒരു ഫാരഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വാല്യൂ ആണ്. സോ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന മൈക്രോ ഫാരഡോ മില്ലി ഫാരഡോ നാനോ ഫാരഡോ പൈക്കോ ഫാരഡോ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. സോ 1 മൈക്രോ ഫാരഡ് = 10⁻⁻ ഫാരഡ് ആണ്. 1 നാനോ ഫാരഡ് = 10⁻⁻ ഫാരഡ് ആണ്. 1 പീക്കോ ഫാരഡ് = 10⁻12 ഫാരഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി വെക്കണം, പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന് ആവശ്യം നമുക്കുണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എൻ ചാർജ്ഡ് സ്ഫിയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഗറിൽ നമ്മളൊരു സ്ഫിയർ, ഒരു ചാർജ്ഡ് സ്ഫിയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർജ്ഡ് സ്ഫിയർ ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് R ആണ്. അതേപോലെ ഇവിടെയുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ Q കൂളോംബാണ് ചാർജ് വരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്.
എപ്സിലോൺ ആറാണ് അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു ചാർജ്ഡ് സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത് സർഫസ് ഓഫ് ദ സ്ഫിയറിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V is equal to Q divided by 4 pi epsilon 0 into epsilon r ആയിരുന്നു നമ്മൾ സർഫസ് ഓഫ് സ്ഫിയറിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ആണ്. ഒരു ചാർജ്ഡ് സ്ഫിയറിൻ്റെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. C is equal to നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു C is equal to കപ്പാസിറ്റൻസ് is equal to ചാർജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ്. C is equal to Q divided by V ആണ് നമ്മൾ വരുന്നത്. സോ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? V is equal to Q divided by 4 pi epsilon 0 into epsilon r. ഇത് നമ്മൾ പൊട്ടൻഷ്യൽ എന്നുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് വേണ്ടത് Q അല്ല, കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ കപ്പാസിറ്റൻസ് is equal to Q by V ആണ്. സോ Q by V ചെയ്യണമെന്നുണ്ടെങ്കിൽ V നമുക്കിവിടെ അറിയാം. സോ നമ്മൾ Q by V ചെയ്യുന്ന സമയത്ത് എന്താ വരിക? Q ഡിവൈഡഡ് ബൈ ഇങ്ങനെയല്ലേ വരിക? Q ഡിവൈഡഡ് ബൈ Q by 4 pi epsilon 0 into epsilon r എന്നാണ് വരിക. ശരിയല്ലേ? കാരണം Q ഡിവൈഡഡ് ബൈ V ആണല്ലോ. അപ്പോൾ ഇവിടെ V തന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ എന്തായിട്ട് വരും? Q ഡിവൈഡഡ് ബൈ V ചെയ്യുന്ന സമയത്ത് Q ഡിവൈഡഡ് ബൈ Q ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into r എന്ന് വരും. ഇതാണ് വരിക. ഈ ഒരു ഇക്വേഷനാണ് വരിക. സോ നമ്മളെന്ത് ചെയ്തു? ഇവിടെയുള്ള ഈ ക്യൂവും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആരുണ്ടാകും? 1 ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into epsilon r എന്നവിടെ വരും. ശരിയല്ലേ? 1 ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into epsilon r എന്ന് വരും. സോ 1 ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into epsilon r എന്ന് പറഞ്ഞാൽ എന്ത് വരും? ശരിക്ക് 4 pi epsilon 0 into epsilon 0 into r എന്ന് വരും. കാരണം 1/1 വരുന്ന സമയത്ത് ആ ഡിനോമിനേറ്റർ എവിടെ പോകും? മുകളിൽ പോകും. ദാറ്റ് ഇസ് ഇക്വൽ ടു Q by V is equal to 4 pi epsilon 0 into epsilon r എന്ന് വരും. സോ ഇതാണ് Q by V ആണ് നമ്മളെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ഒരു ചാർജ്ഡ് സ്ഫിയർ ആകുന്ന സമയത്ത് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 4 pi epsilon 0 into epsilon r അത്രയും ഫാരഡ് ആണ് എന്ത് വരിക? അതിൻ്റെ കപ്പാസിറ്റൻസ് ആയിട്ട് വരിക. ഇത് നമ്മൾ epsilon 0 into epsilon r പറഞ്ഞുകൊണ്ട് അതൊരു ഏതെങ്കിലും ഒരു മീഡിയത്തിലാകും നമ്മൾ വരുന്നുണ്ടാവുക. ഇനി അതിൻ്റെ ആ മീഡിയത്തിൻ്റെ epsilon r എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഇനി എയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറയേണ്ട ആവശ്യമില്ല. 4 pi epsilon 0 into r മാത്രം മതി. കാരണം epsilon r നമുക്ക് അവിടെ ആവശ്യമില്ല. അങ്ങനെ epsilon r എയറിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ 4 pi epsilon 0 into r അത്രയും ഫാരഡാണ് ഇവിടെ വരിക. അതിൻ്റെ എയറിലാണ് സമയത്ത് വരുന്നുണ്ടാവുക. സോ ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് ആൻ ചാർജ്ഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറയാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. ഇത് വെച്ചിട്ടുള്ളത് യൂണിഫോം ഡൈലക്ട്രിക് മീഡിയത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ ഒരു യൂണിഫോം ഡൈലക്ട്രിക് മീഡിയത്തിലുള്ള പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നോക്കാം. ഇവിടെ M എന്നുള്ളൊരു പാരലൽ പ്ലേറ്റ് ഉണ്ട്, അതേപോലെ N എന്നുള്ളൊരു പ്ലേറ്റും ഉണ്ട്. M എന്നുള്ള പ്ലേറ്റും N എന്നുള്ള പ്ലേറ്റും പാരലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനിടയിലൊരു മീഡിയം നമ്മൾ വെച്ചിട്ടുണ്ട്. എമ്മിൻ്റെയും എന്നിൻ്റെയും ഡിസ്റ്റൻസാണ് D എന്ന് പറഞ്ഞാൽ. അതേപോലെ എമ്മിൻ്റെയും എന്നിൻ്റെയും ഏരിയയാണ് A എന്ന് പറഞ്ഞാൽ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ M എന്നുള്ള പ്ലേറ്റിൻ്റെ ഏരിയയാണ്, അതേപോലെ N എന്നുള്ള പ്ലേറ്റിൻ്റെ ഏരിയയാണ് A മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഇത് നമ്മൾ ഡിസ്റ്റൻസ് M N തമ്മിലുള്ള ഡിസ്റ്റൻസാണ് D എന്നുള്ള ഡിസ്റ്റൻസ് അവിടെ കാണിച്ചിട്ടുള്ളത്. N എന്നുള്ള ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എർത്തോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലസ് Q എന്നുള്ള ചാർജ് എമ്മിൽ നമ്മൾ വെച്ചു എന്ന് കരുതുക. പ്ലസ് Q എന്നുള്ള ചാർജ് നമ്മൾ എമ്മിൽ വെച്ച് കഴിഞ്ഞാൽ എമ്മിൽ എന്ത് ചാർജ് ഉണ്ടാവും? പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം പ്ലസ് Q ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് കിട്ടിയതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം, ഇലക്ട്രിക് ഇൻഡക്ഷൻ റൂൾ പ്രകാരം എന്നിൽ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും. സോ എമ്മിൽ നമ്മൾ പോസിറ്റീവ് വെക്കുമ്പോൾ എന്നിൽ എന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് ചാർജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യും.
സോ എമ്മിൻ്റെ ചാർജ് പോസിറ്റീവായിട്ടും മാറി, അതേപോലെ എന്നിൻ്റെ ചാർജ് നെഗറ്റീവായിട്ടും മാറി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഫ്ലക്സ്, ഈ ഒരു മീഡിയത്തിലുണ്ടാകുന്ന ഫ്ലക്സ്, എന്നിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മീഡിയത്തിലുണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഫ്ലക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. സോ സൈസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂ കൂളോംബ് എന്നാണ് വരിക. സൈസ് ഈക്വൽ ടു, സൈ എന്നാണ് നമ്മൾ ഫ്ലക്സിനോട് ഉദ്ദേശിക്കുന്നത്. ഫ്ലക്സിന് നമ്മൾ കൊടുക്കുന്ന പേര് സൈ ആയിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ക്യൂ ആണ് ചാർജ് എന്നുള്ളതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്തിനായിരിക്കും? സൈസ് ഈക്വൽ ടു ക്യൂ കൂളോംബ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയയാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഡി ആണ്. സൈ ആണ് ഫ്ലക്സ്, ഏരിയ എ ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു സൈ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞു. ഫ്ലക്സ് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു സൈ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞു. സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ് ഇവിടെ നമുക്കുള്ളത്. സോ ഡി ഈസ് ഈക്വൽ ടു സൈ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ എ ആണ്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസ് ഈക്വൽ ടു വി ബൈ ഡി ആണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. വി ഡിവൈഡഡ് ബൈ ഡി ആണ്. ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ. അതൊരു ഇക്വേഷനാണ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഫ്ലക്സ് ഡെൻസിറ്റി കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ മറ്റൊരു ഇക്വേഷനും കൂടെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഡീൻ്റെ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ നമ്മൾ പറഞ്ഞു. അതേപോലെ ഡീൻ്റെ മറ്റൊരു ഇക്വേഷനാണ് എപ്സിലോൺ ഇൻറ്റു ഇ എന്നുള്ള ഇക്വേഷൻ. സോ ഇക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? വി ബൈ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ ബൈ എ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു വി ബൈ ഡി നമുക്ക് പറയാൻ പറ്റും. സോ ക്യൂ ബൈ വി ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു? ഈ ഏനപ്പുറത്ത് കൊണ്ടുപോയി വീനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ക്യൂ ബൈ വി ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ബൈ വി ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ക്യൂ ബൈ വീനെ അങ്ങോട്ട് വന്നു, ഏനെ നേരെ എന്ത് ചെയ്തു? നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി? ക്യൂ ബൈ വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആയിട്ട് മാറി. സോ ക്യൂ ബൈ വി എന്ന് പറഞ്ഞാൽ സി ആണ്, കപ്പാസിറ്റൻസ് ആണ്. സോ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി നമുക്ക് പറയാൻ പറ്റും. സോ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ എപ്സിലോൺ ആണ് പറഞ്ഞത്. ഒരു മീഡിയത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി നമുക്ക് പറയാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് ആ സമയത്ത്. ഇനി എയർ ആണ് നമ്മൾ മീഡിയ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എപ്സിലോൺ 0 എപ്സിലോൺ ആർ വേണ്ട, എപ്സിലോൺ 0 മാത്രം മതി. എപ്സിലോൺ 0 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി നമുക്ക് പറയാൻ പറ്റും. സോ capacitance in air is equal to epsilon 0 into a divided by d. അത്രയും ഫാരഡാണ് അവിടെ നിന്നാണ് കപ്പാസിറ്റൻസ് വരുന്നുണ്ടാവുക. സോ ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി ഇൻ എ മീഡിയം ഓർ എപ്സിലോൺ 0 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി ഇൻ എയർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ.